ജഡ്ജസ് പ്ലീസ് നോട്ട് കണ്ണപ്പ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി അഥവാ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി നടക്കുന്ന ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനാണ് വേദി ഒന്നിൽ അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ ഈ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത് മുകേഷ് കുമാറാണ്. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള മത്സരാർത്ഥികൾ ഈ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷന് വേണ്ടി പേര് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് വിഷ്ണു മഞ്ജു, അതുപോലെ തന്നെ ശരത് കുമാർ, അക്ഷയ് കുമാർ, പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ മോഹൻലാൽ, ലാലേട്ടൻ. പിന്നെ ഇതിൽ വനിതകൾക്ക് വേണ്ടി സെപ്പറേറ്റ് മത്സരമൊന്നുമില്ല. കാജർ അഗർവാൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രീതി മുകുന്ദൻ, അങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള മത്സരാർത്ഥികൾ അരങ്ങേറുന്ന വളരെ വാശിയേറിയ ഫാൻസി ഡ്രസ്സ് അഥവാ പ്രച്ഛന്ന മത്സര ഇനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വേദി ഒന്നിൽ ആദ്യമായി മത്സരിക്കുന്നത് ചെസ് നമ്പർ 1 അക്ഷയ് കുമാറാണ്. അക്ഷയ് കുമാർ മത്സരിക്കുന്നത് ശിവനായിട്ടാണ്. അദ്ദേഹം ശിവനായിട്ട് വന്നിട്ട് സാഹിത്യത്തിലും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. അതിൻ്റെ കൂട്ടത്തിൽ അതേ വേദിയിൽ തന്നെ കാജർ അഗർവാൾ പാർവതി ദേവിയായിട്ട് പ്രച്ഛന്നവേഷ മത്സരത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ ഒന്നിലധികം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിൽ മത്സരിക്കുന്ന അതേ മത്സരാർത്ഥികൾ നാടക മത്സരം, അതുപോലെ തന്നെ മോണോ ആക്ട്, മിമിക്രി പോലെയുള്ള പല മത്സരങ്ങളിലും മത്സരിക്കുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എന്ത് തരം പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ആദ്യ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത രണ്ടാമത്തെ വേദിയിൽ നാടോടി നൃത്ത മത്സരം കൂടി നടക്കുന്നുണ്ട്. നാടോടി നൃത്ത മത്സരം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിൽ കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. 2 പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നുണ്ട്. ക്ലബ്ബുകളിലൊക്കെ അധികം പ്രൊഫഷണൽ അല്ലാത്ത, എന്നാൽ ആഗ്രഹത്തിൻ്റെ പേരിൽ ഡാൻസ് കളിക്കുന്ന കുറേ കുട്ടികളെയൊക്കെ നമ്മൾക്ക് കാണാമല്ലോ. അതുപോലെയുള്ള നിലവാരത്തിലുള്ള ലാഘവത്തോടെയുള്ള ഡാൻസാണ് ഈ പറയുന്ന നാടോടി നൃത്ത മത്സരത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേദി 1ലും 2ലും മത്സരങ്ങൾ ഇങ്ങനെ തകർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളാണ് അടുത്ത മത്സരത്തിലേക്ക് വരുന്നത്. ചെസ് നമ്പർ 2 ജഡ്ജസ് പ്ലീസ് നോട്ട് ശരത് കുമാറാണ് ഓൺ ദ സ്റ്റേജ്. ശരത് കുമാർ വന്നിട്ട് അദ്ദേഹം വേദി മാറിപ്പോയെന്ന് തോന്നുന്നു. ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ വേദിയിൽ തന്നെ അദ്ദേഹം നാടക മത്സരവും അതുപോലെ തന്നെ മോണോ ആക്ട് മത്സരവും ഒക്കെ നടത്തുന്നുണ്ട്. വലിയ കോമഡിയാണ് പരിപാടി. ഇതിൽ ശരത് കുമാറിന് മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുള്ളത് ശരത് കുമാർ ആണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റിനെ ആരെങ്കിലും വെച്ചിട്ട് ചെയ്തിട്ട് കറക്റ്റ് മോഡുലേഷൻ, കറക്റ്റ് പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്, കറക്റ്റ് മീറ്റർ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ മലയാളത്തിലേക്കുള്ള ഡബ്ബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. പിന്നെ അങ്ങോട്ട് അരോചകമായിട്ട് നമുക്ക് വെറുത്തിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഈ പറയുന്ന മത്സരമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേദി 1ൽ തകർത്ത മത്സര ഇനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു ക്ലാസ്സിലെ ഒരു ഉഴപ്പൻ ചങ്ക ഉണ്ടാവുമല്ലോ മത്സരിക്കാനായിട്ട്. വിഷ്ണു മഞ്ജു കടന്നു വരുന്നു. ഈ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും വിഷ്ണു മഞ്ജു ആണ്. കഥ സ്ക്രിപ്റ്റ് ഒക്കെ പുള്ളിയുടെയാണ്. പുള്ളിക്ക് ഡബ് ചെയ്തിരിക്കുന്ന ആള് വൻ കോമഡിയാണ് മലയാളത്തിൽ. തെലുങ്കിൽ ഞാൻ സിനിമ കണ്ടിരുന്നു. തെലുങ്കിൽ കാണണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം, പക്ഷേ നടന്നില്ല, സമയം പ്രശ്നമൊക്കെ ആയിരുന്നു. മലയാളത്തിൽ ഡബ് ചെയ്ത് വന്നുകൊണ്ടൊന്നുമല്ല മോശം, സിനിമ അമ്മാതിരി കാട്ടവരാത പരിപാടികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വിഷ്ണു മഞ്ജുവിൻ്റെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ അങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. പല മത്സരാർത്ഥികളും കടന്നു വരുന്നു. ആ ഗ്രാമത്തിലുള്ള 5 പ്രധാനപ്പെട്ട ഗ്രാമ തലവന്മാരുടെ രീതിയിലൊക്കെ വന്ന് കോമ്പറ്റീഷനൊക്കെ നടത്തി പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടാവുമല്ലോ. അവൻ ഇത്തവണയും മത്സരത്തിനുണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു കൊടും ഭീകരനായിട്ടുള്ള ഒരു മത്സരാർത്ഥി ഈ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാൻ വരികയാണ്. അത് കോമ്പറ്റീഷൻ്റെ ഏകദേശം പകുതിയോളം അടുക്കുമ്പോഴാണ് ആ മത്സരാർത്ഥി കടന്നു വരുന്നത്. കിരാത എന്ന് പറയുന്ന ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ മോഹൻലാൽ, ലാലേട്ടനാണ് വന്നിട്ടുള്ളത്. എനിക്ക് കിരാതയായിട്ടുള്ള ഫാൻസി ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയത് ബിഗ് ഷോ, നമ്മുടെ WWE എന്താ പറയുക റെസ്ലിങ്ങിൽ വരുന്ന ബിഗ് ഷോൻ്റെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഫിസിക്കൊക്കെ എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫിസിക്കിനെ കളിയാക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കലും വണ്ണമുള്ള ആൾക്കാരെ അങ്ങനെ ഒരിക്കലും പറയാറില്ലാത്ത ഒരാളാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ബിഗ് ഷോ എന്ന് പറയുന്ന ഒരു ചാമ്പ്യനായിട്ടുള്ള ഒരാളുടെ ഒരു ഗെറ്റപ്പിലാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത്. മത്സരം കട്ടുകട്ടുത്ത മത്സരങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് നാടക മത്സരം, മിമിക്രി, മോണാക്ട് മത്സരങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ നടത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം റിബൽ സ്റ്റാർ പ്രഭാസിൻ്റെ ഊഴമെത്തി. അപ്പോൾ മത്സരങ്ങളിങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് റിബൽ സ്റ്റാറിൻ്റെ വരവ്.
റിബൽ സ്റ്റാറിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒറ്റ മത്സരത്തിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. കാരണം മറ്റ് നാടകം, മോണോ ആക്ട്, മിമിക്രി മത്സരങ്ങളൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല. കാരണം മുഖത്ത് എക്സ്പ്രഷൻ വന്നാലല്ലേ നാടക അഭിനയം, മിമിക്രി, മോണോ ആക്ട് പരിപാടികളൊക്കെ, പ്രത്യേകിച്ച് മോണോ ആക്റ്റും നാടകമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇദ്ദേഹത്തിന് അതൊന്നും പറ്റില്ല. ഫാൻസി ഡ്രസ്സ് മാത്രം പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മത്സരത്തിൽ കൃത്യമായ നീതി പുലർത്തിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രഭാസിൻ്റെ. പിന്നെ മോഹൻകുമാർ ഒരു പ്രധാന കഥാപാത്രം. അദ്ദേഹം പ്രൊഡ്യൂസർ കൂടിയാണ് സിനിമയുടെ. പിന്നെ ഈ ഞാൻ പറഞ്ഞ വനിതകളുടെ വേറെ മത്സരമൊന്നുമില്ല കേട്ടോ. കാജൽ അഗർവാളും അതുപോലെ തന്നെ പ്രീതി മുകുന്ദൻ, എനിക്ക് നടിനെ മോഡലൊക്കെ ആയിരുന്നു, വേറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ സിനിമ ഒന്ന് കാണുന്നത്. അവരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എങ്ങനെയെങ്കിലും ഇത് കണ്ട് തീർക്കാൻ പറ്റുന്നില്ല. ഇവർ ഇമോഷണലായിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ദേഷ്യം വന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗംഭീരമായിട്ടുള്ള കുറേ എന്താ പറയുക ഫ്രെയിമുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഫ്രെയിമുകളിൽ ഈ എഡിറ്റർ ചെയ്തു വെച്ചിരിക്കുന്ന കളറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺസഹിക്കബിൾ പരിപാടി. ഈ പച്ചപ്പൊക്കെ വന്നിട്ട് ഈ തെറിച്ചങ്ങട് നിൽക്കുകയാണ്. ഇമാതിരി ഒരു പച്ച കളറൊക്കെ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുക? ഒന്നില്ലെങ്കിൽ ഇതൊരു പീരിയോഡിക് പരിപാടിയല്ലേ, ഒരു പീരിയോഡിക് കാലഘട്ടം, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിനോട് നീതി പുലർത്താനെങ്കിലും ശ്രമിച്ചുകൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അമ്മാതിരി കളറങ്ങാട് വാരി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടി. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ദേവസിയും അതുപോലെ വേറൊരാൾ കൂടിയുണ്ട്, ഓർക്കുന്നില്ല. കാര്യമില്ല, കാരണം അമ്മാതിരി കൂതറ സ്ക്രിപ്റ്റിലാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് മ്യൂസിക് ശ്രദ്ധിക്കാനൊന്നും ആളുകൾ മെനക്കെടില്ല. കാരണം എന്തൊക്കെയോ പരിപാടികൾ, അപ്പട്ടുപെട്ട കുത്തും മേളവും പരിപാടിയും ഭയങ്കര ജാമിങ് ആയിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. പിന്നെ കാലഘട്ടത്തിൽ നിന്ന് തെന്നി മാറിയിട്ടുള്ള പുതിയ കാലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ രീതിയിലൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നുണ്ട്. അതൊക്കെ നല്ല കോമഡിയാണ്. ഇത് നമ്മുടെ തിരുപ്പതി ക്ഷേത്രം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് ഉള്ള ഒരു കാളഹസ്തി എന്ന് പറയുന്ന, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നുണ്ട് കാളഹസ്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐതിഹ്യം എടുത്തിട്ടാണ് ഇവർ സിനിമ ചെയ്തത്. പക്ഷേ ഇതിൽ നായകൻ്റെ അച്ഛനായിട്ടാണ് ഈ പറയുന്ന വിഷ്ണു മഞ്ജുവിൻ്റെ അച്ഛനായിട്ടാണ് ശരത് കുമാർ വരുന്നത്. ഇവരുടെ ഒരു ഇമോഷണൽ പരിപാടിയൊക്കെ ഇവർ ഭയങ്കരമായിട്ട് വിതുമ്പുന്നു. കണ്ണിൽ നിന്ന് ഒരു ഗ്ലിസറിന് ഒരുപാട് ആവശ്യം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണീര് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ എന്തൊക്കെയോ സ്ക്രീനിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് ഇമോഷൻ കാണുന്ന പ്രേക്ഷകന് കിട്ടണ്ടേ? തുടക്കത്തിൽ ഒരുപാട് കോമഡി ആയിട്ട് തോന്നി ഇവർ സീരിയസ് ആയിട്ട് കാണിക്കുന്ന, പക്ഷേ പിന്നീട് ഇതിങ്ങോട്ട് വെറുപ്പിക്കൽ പരിപാടിയായിപ്പോയി. ഇത് ക്ലൈമാക്സിലൊക്കെ വൻ കോമഡിയാണ് കേട്ടോ. ഇത് ദൈവവിശ്വാസവും ആത്മീയതയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി. ഞാൻ പറഞ്ഞല്ലോ, കാളഹസ്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു പരിപാടിയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇവർ പറയുന്ന ദൈവത്തെ സ്വയം ട്രോളുന്ന ഒരു സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അമ്മാതിരി മലങ്കെട്ട് പരിപാടി എന്നൊക്കെ പറയുന്ന പോലെ അന്ധവിശ്വാസം ഒരു മനുഷ്യനെ അന്ധനാക്കും എന്ന് പറയുന്ന പരിപാടി, അത് ഈ സിനിമയിലെ ക്ലൈമാക്സിൽ ഏകദേശം ആ ഒരു പരിപാടിയിലോട്ടൊക്കെ വരുന്നുണ്ട്. നായകൻ ഈ പറയുന്ന കണ്ണ് ചുവന്നെടുത്ത് ശിവലിംഗത്തിന് വെച്ച് കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ സ്വയം അന്ധനാവുകയാണ്. അമിതമായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് സ്വയം അന്ധനായി മാറുന്ന ഒരു നായകൻ്റെ ഒരു ക്ലൈമാക്സിലാണ് കഥ നടക്കുന്നത്. അവസാനം ഈ വിഷ്ണു മഞ്ജു ശിവലിംഗത്തിന് ചുറ്റും നൃത്തം ചെയ്യുന്ന സീനിൽ അക്ഷയ് കുമാറും വന്നങ്ങ് തകർക്കുകയാണ് ഡാൻസ് ചെയ്യുന്നത്. ഇതിനെ പീരിയോഡിക് അപരാധമെന്നോ അല്ലെങ്കിൽ ഫാൻസി ഡ്രസ് അപരാധമെന്നോ അങ്ങനെ എന്ത് വേണേലും പറയാം. ഈ പണ്ടത്തെ ഉമ്മറിൻ്റെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, പഴയ സിനിമകൾ. അപ്പോൾ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോൾ ഉമ്മർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എടി നിന്നെ ഞാൻ ശരിയാക്കുമ്പടി എന്നൊക്കെ പറയുന്ന പോലെ. നെമിലി എന്നാണ് നായികയുടെ പേര്. അപ്പോൾ നെമിലി നിന്നെ ഞാൻ പെരുമാറുമ്പടി എന്നാണ് വില്ലൻ പറയുന്നൊരു ഡയലോഗ്. മാതിരി ഡയലോഗൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്.